ഹലോ, നമ്മളിന്ന് പോകുന്നത് കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന വയലട വ്യൂ പോയിന്റിലേക്കാണ്. ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം കൂടിയാണിത്. കോഴിക്കോടിൻ്റെ ഗവി എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൊക്കേഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിനാൽ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കോഴിക്കോട് ഭാഗത്ത് നിന്ന് ഗൂഗിൾ മാപ്പിലെ ടൈം പ്രകാരം 1.5 മണിക്കൂർ 42 കിലോമീറ്ററാണുള്ളത്. കൊയിലാണ്ടിയിൽ നിന്നും 31 കിലോമീറ്റർ 1 മണിക്കൂറും 9 മിനിറ്റും കാണിക്കുന്നുണ്ട്. വയനാട് ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ചുരത്തിൻ്റെ താഴെ നിന്നും 1 മണിക്കൂർ 33 മിനിറ്റും വേണം ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ. 42 കിലോമീറ്ററാണ് കാണിക്കുന്നത്. കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്നവർക്ക് താമരശ്ശേരി വഴിയും ബാലുശ്ശേരി വഴിയും വരാൻ പറ്റുന്നതാണ്. താമരശ്ശേരി വഴി വരുന്നവർ ബാലുശ്ശേരി ഡയറക്ഷനിലേക്കും ബാലുശ്ശേരി വഴി വരുന്നവർ താമരശ്ശേരി ഡയറക്ഷനിലേക്കുമാണ് വരേണ്ടത്. ഈ താമരശ്ശേരിയുടെയും ബാലുശ്ശേരിയുടെ ഇടയിലായിട്ടുള്ള ഒരു ടൗണാണ് എസ്റ്റേറ്റ് മുക്ക്. ഈ എസ്റ്റേറ്റ് മുക്കിൽ നിന്നും തലയാട് കക്കയം ഡാം വഴിയാണ് പോകേണ്ടത്. എസ്റ്റേറ്റ് മുക്കിൽ നിന്നും തലയാട് വരെ പ്രകൃതിരമണീയമായ കാഴ്ചകൾ കണ്ടു പോകാൻ പറ്റിയ നല്ല അടിപൊളി റോഡാണുള്ളത്. പക്ഷേ തലയാട് മുതൽ വ്യൂ പോയിന്റ് വരെ വീതി കുറഞ്ഞ കുത്തനെയുള്ള കട്ടർ റോഡുകളാണുള്ളത്. കാറിലും ബൈക്കിലും എത്തിപ്പെടാൻ പറ്റുന്ന ഈ സ്ഥലത്ത് കാറിൽ പോകുന്നേക്കാളും ബെറ്റർ ബൈക്കിൽ പോകുന്നതായിരിക്കും. കാരണം കാർ പാർക്കിങ്ങിൽ നിന്നും 500 മീറ്ററിലധികം നടന്നു കയറേണ്ടതുണ്ട്. ബൈക്കാണെങ്കിൽ ട്രക്കിങ്ങിൻ്റെ എൻട്രൻസ് ഗേറ്റ് വരെ എത്തുകയും ചെയ്യും. അവിടെ പാർക്ക് ചെയ്യാനും പറ്റും. ഈ ഗ്രീൻ നെറ്റ് അടിച്ച ഷോപ്പിൽ നിന്നും നമുക്ക് തിരിച്ചു വരുമ്പോൾ മിനറൽ വാട്ടറും കൂൾ ഡ്രിങ്ക്സും ചെറിയ സ്നാക്സൊക്കെ അവിടെ ലഭിക്കുന്നതാണ്. പോകുന്ന സമയത്ത് തുറക്കാറില്ല. അതുകൊണ്ട് ഒരു മിനറൽ വാട്ടർ എപ്പോഴും കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. അങ്ങനെ നമ്മുടെ സ്ഥലമെത്തി. ഇവിടെ നിന്നാണ് ട്രെക്കിംഗ് തുടങ്ങുന്നത്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് സമയം തന്നിട്ടുള്ളത്. നിയന്ത്രിക്കാനോ ആരും ഇല്ലാത്തത് കാരണം അവനവൻ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ സാധാരണ ടൂറിസ്റ്റ് പ്ലേസുകളെ അപേക്ഷിച്ച് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ നമ്മൾ 5 പൈസ കൊടുക്കേണ്ടതില്ല. ടിക്കറ്റ് കൗണ്ടറോ കാര്യങ്ങളൊന്നും കാണാനില്ല. നേരെ നടന്നു പോയാൽ മതി മേലോട്ട്. ഇവിടെ നിന്നൊരു 100 മീറ്ററോളം ട്രെക്കിംഗ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ എത്തിപ്പെടുന്നതാണ് നമ്മുടെ സ്ഥലം. ഉറക്കൊഴിച്ചു വന്നതിൻ്റെ ദേഷ്യവും യാത്രാക്ഷീണവും എല്ലാം ഈ ഒരു നിമിഷം നമ്മൾ മറന്നുപോകും. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പാറയാണ്. ആ പാറയുടെ മേലെ കയറി ഇന്നൊരു ഫോട്ടോയും വീഡിയോയും അതെടുക്കാതെ ആരും തിരിച്ചു പോകാറില്ല. ആ റിസ്ക് നിങ്ങൾ എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല. ലേശം മനക്കരുത്തുള്ളവർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണത്. ക്രിയേറ്റീവായിട്ടുള്ള ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു തിരിച്ചുപോക്ക് ഇവിടുന്ന് സാധ്യമല്ല. കാരണം മഴക്കാലത്ത് വന്നിട്ടുള്ള കെട്ടി നിൽക്കുന്ന വെള്ളവും അതിനനുസരിച്ച് വന്നിട്ടുള്ള ചെടികളും എല്ലാം പ്രത്യേക ഭംഗി തന്നെയാണ്. സാധാരണ ടൂറിസ്റ്റ് പ്ലേസുകളെ അപേക്ഷിച്ച് ഇവിടെ നിയന്ത്രിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് കോമൺ ആയിട്ടുള്ള സേഫ്റ്റി റൂൾസ് എല്ലാവരും സ്വയം പാലിച്ചുകൊണ്ട് വേണം ഇവിടെ നടക്കാൻ. സ്ഥലത്തിൻ്റെ ഭംഗി കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ കുറച്ച് ഡ്രോൺ ഷോട്ടുകളും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ പശ്ചിമഘട്ടം ഇത്ര വൃത്തിയിൽ കാണുന്നൊരു സ്ഥലം കോഴിക്കോട് ജില്ലയിൽ വേറെ ഉണ്ടാവില്ല.
പ്രാവശ്യം ഇവിടെ വരുമ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും ആവശ്യത്തിലധികം ഫോട്ടോസും വീഡിയോസും സ്ലോ മോഷനും എടുത്തിട്ടേ ഞങ്ങൾ പോകാറുള്ളൂ. ഈ കുന്നിൻ്റെ മുകളിലൂടെ ഒരു ജീപ്പ് പോകുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഇതിൻ്റെ പുറകിലായിട്ട് ഒരു റിസോർട്ടുണ്ട്. ഈ വ്യൂ പോയിന്റ് ഇതേ ഭംഗിയിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു റിസോർട്ട്. ഇവിടുത്തെ ക്ലൈമാറ്റ് നിങ്ങൾ വരുന്ന ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവും. നിങ്ങൾ അതിരാവിലെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫോഗ് കാണാൻ കഴിയും. അതിന് പകരം നിങ്ങൾ ലേറ്റായിട്ടാണ് വരുന്നതെങ്കിൽ സൂര്യൻ ഉദിച്ചിട്ടുണ്ടാവും. ഇതേപോലെ വെളിച്ചമായിരിക്കും. പിന്നെ മഴക്കാലത്തിനും വേനൽക്കാലത്തിനും അനുസരിച്ച് ഇവിടുത്തെ ക്ലൈമാറ്റിൽ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ 2-3 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്ത് ചൂട് കൂടിയപ്പോൾ ഞങ്ങൾ താഴോട്ട് ഇറങ്ങാൻ തീരുമാനിച്ചു. വന്നതുപോലെ തന്നെ തിരിച്ചിറങ്ങുന്നതും ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. വളരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വന്നതിനേക്കാൾ സ്പീഡിൽ താഴോട്ടെത്തുമെന്ന് ഉറപ്പായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ ഞങ്ങൾ ഇറങ്ങി. ഇനി ഇവിടെ വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഉടൻ തന്നെ ഗൂഗിൾ മാപ്പിൽ വയലട വ്യൂ പോയിന്റ് സെർച്ച് ചെയ്ത് നോക്കാം. നിങ്ങളുടെ അവിടെ നിന്ന് എത്ര ദൂരം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെൻ്റെ ജാഷ് വ്ളോഗ്സിലെ ആദ്യത്തെ വീഡിയോ ആണ്. അതുകൊണ്ട് എന്തെങ്കിലും കുറവുകളും പോരായ്മകളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു.